ഹായ്, എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിഷ്ടമാണോ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നത്? എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ എന്നാ പറഞ്ഞത്, ഒരു അഡിക്റ്റായി പോയ സംഭവമാണ് ഈ വെജിറ്റബിൾ ഗാർഡൻ എന്നുള്ളത് കേട്ടോ. ചെറുതായിട്ടൊക്കെ തുടങ്ങി വെച്ചിട്ട് പിന്നെ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ ദിവസം കഴിയുന്നവരും അതിന് ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി റിലേറ്റഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, എങ്ങനെ നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റാക്കാം ഈസി ആയിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എങ്ങനെ സെറ്റാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി കർഷകനും നമ്മളോട് ഇന്ന് ഹെൽപ്പിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്നാ പറയുക, പിള്ളേർക്കൊക്കെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. മണ്ണ് വരെ തൊട്ട് അലർജിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ. അതിന് നമ്മളെ ഗാർഡനിൽ നമ്മളിതാ ഇവരെ കൂടെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അവധിയുള്ള ദിവസങ്ങളിൽ കൂടുതലും എന്നാ പറഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പിനും അതുപോലെ ഇതിനൊക്കെ വെള്ളം ഒഴിക്കാനും എല്ലാത്തിനും പിള്ളേരെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഞാൻ പച്ചക്കറി കൃഷി തുടങ്ങിയത് 10 ഗ്രോ ബാഗിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 10 ഗ്രോ ബാഗും അതിന് പച്ചക്കറി തൈയും അതിന് വേണ്ട വളവും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് മാറി അതിനിപ്പം ടെറസിൻ്റെ മുകളിലേക്കാക്കി. ഇപ്പം ടെറസിൽ സ്ഥലമില്ലാത്ത രീതിയിൽ നമ്മളിപ്പം പച്ചക്കറി ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് തക്കാളി, പച്ചമുളക്, വഴുതന, വെണ്ട, അതുപോലെ പാവൽ, പിന്നെ ഇഞ്ചിയൊക്കെ ഗ്രോ ബാഗിൽ, അതെല്ലാമാണ് ടെറസിൻ്റെ മുകളിൽ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ പച്ചക്കറി കൃഷി ഗ്രോ ബാഗിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോ ബാഗാണ്. അതായത് വെയിറ്റ് കുറച്ച് നമ്മളെക്കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ ജോലിക്കൊക്കെ ശേഷം വിരമിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ബോറടി മാറ്റാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഗ്രോ ബാഗൊക്കെ ഒത്തിരി മണ്ണും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര വെയിറ്റ് ആയാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒട്ടും വെയിറ്റ് ഇല്ലാതെ, നമ്മുടെ ഇപ്പോൾ എൻ്റെ മോൻ വരെ എൻ്റെ ഈ ഗ്രോ ബാഗ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഇല്ലാതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഗ്രോ ബാഗിൽ ഏറ്റവും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ കരിയിലകൾ ആഡ് ചെയ്യണം. കരിയില, ചകിരിച്ചോറ്, ഒരു കുറേശ്ശെ മണ്ണ് മാത്രമേ നമ്മൾ ഇതിലൂടെ ചേർക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ ഗ്രോ ബാഗിൽ ഇപ്പോൾ കണ്ടറിയാം ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗവും കരിയില കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ കമ്പോസ്റ്റ് വളങ്ങളുടെ കൂടെ കരിയിലയും അതുപോലെ ചകിരിച്ചോറോടൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊട്ടും വെയിറ്റ് ഉണ്ടാകത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാക്സിമം എക്സ്പെൻസ് തീർത്ത് കുറച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എനിക്കിതിൽ ചിലവെന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6-7 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 6-7 വർഷം ഉറപ്പാണ്. അപ്പം നമ്മളിപ്പം വാങ്ങിക്കുമ്പോൾ ഒരു 10-80 രൂപ ഒരു ഗ്രോ ബാഗിനാവുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 6-7 വർഷം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ ടൈപ്പ് ഗ്രോ ബാഗിലായിരുന്നു. ഇതൊരു മാക്സിമം 2-3 തവണ കൂടുതൽ, നമ്മൾ അത്രയ്ക്ക് നന്നായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ പോലും ഒരു 3 തവണ കൂടുതൽ ഈ ഗ്രോ ബാഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ 3 തവണയാണ് വെച്ചേക്കുന്നത്. ഇത് ഒന്നുകൂടെയൊക്കെ ആകുമ്പോഴത്തേനും ഇത് പൊട്ടിപ്പോകും കേട്ടോ. പക്ഷേ ഈ സംഭവം അങ്ങനെയല്ല, നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗ്രോ ബാഗൊക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും. പിന്നെ വളങ്ങൾ, ഞാനിത് വാങ്ങുമ്പം കുറച്ച് എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും വാങ്ങിയായിരുന്നു. അതൊഴിച്ചാൽ പിന്നെ ഞാൻ വളം വാങ്ങിയിട്ടേ ഇല്ല. ഈ തൈകളാണെങ്കിൽ തന്നെ നമുക്ക് വേണേൽ സ്വന്തമായിട്ട് കിളിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ കൃഷിഭവൻ വഴിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തൈകളൊക്കെ കിട്ടും. അതൊക്കെ വെച്ച് മാക്സിമം ചിലവ് കുറച്ച് വേണം നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്കിതൊന്ന് പ്രോഫിറ്റ് ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ തികച്ചും ഓർഗാനിക്കായിട്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ചെയ്യുന്നത്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ യാതൊരു രാസവളങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല. വളങ്ങൾ മാത്രമല്ല, കീടനാശിനികളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പം മുളകൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊന്നും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. എടുക്കുക, നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നല്ലതായിട്ട് വിളവും കിട്ടും. ഒരു 3 ഇത്തിശിയുള്ള ഇഞ്ചി വെച്ച് കൊടുത്തതാണ് ഈ ഗ്രോ ബാഗിൽ. ഇപ്പം കണ്ടോ, നല്ല തിക്കായിട്ട് വന്നേക്കുന്നുണ്ടോ. ഇതൊരു 6 മാസം കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലേക്കുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെ. ചിലപ്പോൾ മിക്കവർക്ക് സ്ഥലപരിമിതിയുള്ളവർ, ടൗണിലൊക്കെ താമസിക്കുന്ന സ്ഥലപരിമിതിയുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തക്കാളിയും വഴുതനയും ഇതൊക്കെ സുഖമായിട്ട് നമ്മുടെ ടെറസിൽ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഉണക്കാറാണ് പതിവ്. വീട്ടിലതായത് നമ്മുടെ ചമ്മന്തിക്കും കടുക് വറക്കാനും അതുപോലെ അത്യാവശ്യം വേണമെങ്കിൽ പൊടിപ്പിക്കാനുള്ള മുളക് വരെ എനിക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. പിന്നെ ഈ വെച്ചേക്കുന്നത് ഞാൻ അറിയാമല്ലോ, നമ്മുടെ ബന്ദിയാണ് കേട്ടോ, ചെണ്ടുമല്ലി. ഇത് വെച്ചേക്കുന്നത് വേറൊന്നുമല്ല, കീടശല്യം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഈ പച്ചക്കറികളിലൊക്കെ കീടങ്ങൾ വന്നിരിക്കുന്നത് കുറയും കേട്ടോ. ഈ ബന്ദിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പൂവും കിട്ടും, അതുപോലെ നമുക്ക് ഒരു പിടിക്ക് 2 വശം എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ കീടശല്യവും കുറഞ്ഞ് കിട്ടും. ഇപ്പം വെച്ച് കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. നോക്കിയാൽ മുളകിലൊക്കെ കായായിട്ടുണ്ട് കണ്ടോ, കാ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിളവെടുത്ത് ഏകദേശം ആകുമ്പോഴേ നമ്മൾ അടുത്ത് ഇട്ട് കൊടുത്തോണം, എങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെള്ളം ലഭിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇമാതിരി ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ
കണ്ടോ കുരുമുളക് പിടിച്ച് നിൽക്കുന്നുണ്ടോ, നമ്മൾ സ്വന്തമായിട്ട് ബഡ് ചെയ്തതാണ്. നല്ല കടകളിൽ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ ബഡ് തൈയൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ കുരുമുളക് ചെടിയൊക്കെ വെക്കാൻ പറമ്പൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗിലും വെക്കാൻ വേണ്ടി സാധിക്കും. തല്ലിക്കൂട്ടിയ എൻ്റെ സ്വന്തം പന്തലായാലും അതിൽ കോവലും പാവലും എല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പയറുണ്ടായിരുന്നു, ഇപ്പോൾ പയറില്ല, ഇപ്പോൾ കോവലും പാവലുമാണ് ഇതിൽ ഞാൻ കയറ്റിയേക്കുന്നത്. ഇത്തിരി പോലും സ്ഥലം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ടെറസ് ഫുള്ളായിട്ട് പച്ചക്കറി കൊണ്ട് നിറച്ചേക്കുവാണ് കേട്ടോ. ഇനി സ്ഥലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം ഇവിടെ ഇനിയിപ്പോൾ റാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേനും എന്നാ പറഞ്ഞത്, നമുക്ക് കൂടുതൽ പച്ചക്കറി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസും എല്ലാം കിട്ടും. ഇപ്പോൾ ഇത് മണ്ണാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അത് കേട്ടോ. ടെറസിൽ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി എന്നെക്കൊണ്ട് സാധിക്കും. കമൻറ്റ് ഇട്ടാൽ മതി. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെക്ഷൻസ് ഉണ്ട്, എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കൂട്ടാക്കുവാണെങ്കിൽ നമുക്ക് ലൈവിൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 100% ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളെ പറ്റിയും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുക. നമ്മുടെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ട് നമ്മളെ പച്ചിലകൾ കൊണ്ട് തന്നെ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മളെ വീഡിയോയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, മിക്ക വീഡിയോകളിലും ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഡൗട്ടുള്ളവർക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ ഗാർഡനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.